برحمتك يا أرحم الراحمين. عن عبي بن كعب رضي الله عنه صلى بنا رسول الله صلى الله عليه وسلم يوم الصبح. ഒരു ദിവസം ഞങ്ങളെ കൊണ്ട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളെ കൊണ്ട് സുബഹി നിസ്കരിക്കുന്ന സമയത്ത് സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശാഹിദൻ ഫുലാൻ, ഇന്ന ആള് സുബഹി നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഖാലു, സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ലാ, ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച മനുഷ്യൻ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് വേറൊരു തന്നെ പരിചയപ്പെടുത്തി, അശാഹിദൻ ഫുലാൻ, ഇന്ന ആളോ വന്നിട്ടുണ്ടോ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞില്ല, വന്നിട്ടില്ല. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാതൈനി സ്വലാത്തൈനി അഫ്ദലു സ്വലവാത്തി അലൽ മുനാഫിഖീൻ. ഈ രണ്ട് നിസ്കാരം, അതായത് സുബഹി നിസ്കാരവും ഇശാ നിസ്കാരവും മുനാഫിഖീങ്ങളുടെ മേലിൽ ഏറ്റവും ഭാരമുള്ള നിസ്കാരമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളായ ആളുകൾ, കപടവിശ്വാസികളായ ആളുകൾ, അതുപോലെ ഇസ്ലാമിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തവർക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരമായിട്ടാണ് ഈ നിസ്കാരം എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ശേഷം പറയുന്നു, വലൗ തഅലമൂന മാ ഫീഹിമാ ലഅതൈതുമൂഹുമാ വലൗ ഹബ്വൻ അല റുകുബി. ഈ രണ്ട് റക്അത്ത്, അതായത് സുബഹിയുടെയും അതുപോലെ ഇശാഇന്റെയും നിസ്കാരത്തിന്റെയും ജമാഅത്തിന്റെ ഫള് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ, അവർ ഇഴഞ്ഞിട്ടാണെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിന്റെ ജമാഅത്തും ഇശാഇന്റെ ജമാഅത്തും അതിന്റെ ഫള് മനസ്സിലാക്കുകയാണെങ്കിൽ കാലോണ്ട് വയ്ക്കാത്ത ആളുകൾ അവർ ഇഴഞ്ഞിട്ടെങ്കിലും അവർ ജമാഅത്തിൽ പങ്കെടുക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ജമാഅത്തിന് ഒരുപാട് ഫളലുണ്ട്. അപ്പോൾ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഇബാദത്താണല്ലോ നിസ്കാരം. അത് തന്നെ ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ പല തിരക്കുകളുണ്ട്. ദുഹ്റാവട്ടെ അസ്റാവട്ടെ, ഈ രണ്ട് നിസ്കാരം പല ജോലിയിൽ ഷോലാകുന്ന സമയത്ത് ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും മഗ്രിബിലും ഇശായിലും സുബഹിലും ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സുബഹിന്റെ ജമാഅത്തൊക്കെ ഇപ്പോൾ നടക്കുന്നത് 5:30 മണിക്കാണ്. നമ്മുടെ 5:31 തോന്നുന്നുണ്ട് ജമാഅത്ത് നടക്കുന്നത്. ബാങ്ക് 5:10 മാറി. അപ്പോൾ സാധാരണ നേരത്തെ എണീക്കുന്ന രൂപത്തിൽ എണീറ്റാൽ മതി. അത് നീച്ച പാടന്നെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഫضലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്നത്. അപ്പോൾ നമുക്ക് 4:30ക്കും 4:45 ഭാഗമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രയാസത്തോടുകൂടി നീക്കണമെങ്കിലും ഇപ്പോൾ 5:30 ആവുന്ന സമയത്ത് പള്ളിക്ക് വന്നു കഴിഞ്ഞാൽ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും സുബഹിന്റെ ജമാഅത്തിലെങ്കിലും അതുപോലെ ഇശായിലും മഗ്രിബിലേക്കോ നിറസാന്നിധ്യം നമ്മുടെ പള്ളിയിലേക്ക് കാണിക്കണമെന്നാണ്. ജമാഅത്തിന് ജമാഅത്തിലേക്ക് ഒരാൾക്ക് കഴിവുണ്ടായിട്ട് പങ്കെടുത്തിട്ടില്ല എന്റെ ഒരുപാട് ഭവിഷ്യത്തുണ്ട് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ വരുന്ന സമയത്ത് ആളുകൾ കുറഞ്ഞു. മദീന പള്ളിയിലേക്ക് ആളുകൾ കുറഞ്ഞ സമയത്ത് സഹാബികളോട് ചോദിച്ചു, എന്തേ ആളുകളൊന്നും കാണാനില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ച സമയത്ത്, എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു വിഭാഗം ആളുകൾ സുബഹി നിസ്കരിക്കട്ടെ, ജമാഅത്തായിട്ട് നിസ്കരിക്കട്ടെ, കുറച്ച് സഹാബികൾ കുറച്ച് വിറക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബികളോട് പറഞ്ഞു, കുറച്ച് വിറക് കൊണ്ട് ആവശ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണെന്ന് സഹാബികളോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജമാഅത്തിന് ഒരുപാട് ആയുസ്സുണ്ടായിട്ട് ആരോഗ്യമുണ്ടായിട്ട് ജമാഅത്തിന് പങ്കെടുക്കാത്ത വീട് കരിക്കാൻ വീട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ആരെ കൽപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തതെന്നറിയുമോ? ചെറിയ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരിക്കുന്ന ആ വീട്ടിലുണ്ടാകുമ്പോ ആ വീട് ഞാൻ
ഞാൻ കഴിക്കൂല, അതുകൊണ്ടിട്ടാണ് ആ വീട് ഞാൻ കഴിക്കാത്തത് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട് കഴിക്കാൻ വേണ്ടി ഞാൻ ഉത്തരവിടും. വീട്ടിലെ കുട്ടികളോ സ്ത്രീകളോ ഇല്ലെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഫضലുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന് കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ പള്ളിയിൽ തന്നെ വരിക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഇവിടെ ചുമ്മാ പള്ളിക്ക് മഹല്ലിൽ ചുമ്മാ നടക്കിയിട്ട് പല ആളുകളും മറ്റുള്ള ഷോയിലൊക്കെ ഏർപ്പെട്ട് പറ്റുന്ന സമയത്ത് പോലും വരാൻ കൂട്ടുന്നില്ല എന്നാണ്. അതായത് പല ജോലിക്കൊക്കെ പോകും, നമ്മുടെ മഹല്ലിൽ നമ്മുടെ മെയിലാണ് ബാധ നിസ്കാരം. അതിൽ 40 ആൾക്കാർ നിസ്കാരത്തിന് ബാധ്യത പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ജുമാഅത്തൊക്കെ വരുന്ന മാക്സിമം നമ്മുടെ മഹല്ലിൽ നമ്മുടെ പള്ളിയിൽ തന്നെ കൂടാൻ വേണ്ടി ശ്രമിക്കണം. അവിടെ എവിടെയും പോയിട്ട് കൂടലല്ല ശരിയായതിൽ വരേണ്ടത് നമ്മുടെ പള്ളി തന്നെ കൂടലാണ്. ഒരുപാട് ആളുകൾ എനിക്കറിയാം, അതായത് പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഓടി നമ്മുടെ പള്ളിയിൽ തന്നെ എത്തണം എന്നുള്ള എനിക്ക് വരുന്ന ആൾക്കാർ എത്ര എണ്ണമാണ് ഉദ്ദേശിച്ചത് അവിടെ എനിക്ക് അറിവിൽ തന്നെ ഉണ്ട്. അത് എന്തുകൊണ്ടിട്ടാ നമ്മുടെ പള്ളിയിൽ നമ്മുടെ മേലാണ് നിസ്കാരമുള്ളത്. മുഖീമായ ആളുകൾ സ്ഥിരതാമസക്കാരൻ്റെ നിസ്കാരം അവിടെ ആ നാട്ടിലുള്ള പള്ളിയിലാണ്. അല്ലാതെ നമ്മളെ മഞ്ചേരി ടൗണിലും അതുപോലെ മറ്റുള്ള സ്ഥലത്ത് നിസ്കാരം ശരിയാവില്ല എന്നല്ല പറയുന്നത്, ശരിയാകും. പക്ഷേ ഉത്തരവാദിത്വം നിർബന്ധ അവസ്ഥ നമ്മുടെ പള്ളി നിസ്കരിക്കലാണ് എന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ആളുകളും ഒരു വെള്ളിയാഴ്ചയെങ്കിൽ നമ്മുടെ പള്ളിയിൽ തന്നെ കൂടാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാ. മാത്രമല്ല ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മഗ്രിബ് പോയാലും ഇശാഉം സുബഹിയും നിസ്കരിക്കാൻ പറ്റുന്നു എന്നാ. വീട്ടിൽ അവർ ഒതുങ്ങിക്കൂടുന്ന കിടന്നുറങ്ങുന്ന സമയമാണ് സുബഹിന്റെ സമയത്ത്. ഒരാൾക്ക് ഉസ്താദേ എനിക്ക് ജോലിയുണ്ട്, പണിയുണ്ട്, ജോലിക്ക് വേണ്ടി കുടുംബം പോറ്റേണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ ഇശാക്കും സുബഹിക്കും എന്ത് പണിയാണുള്ളത്? ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന്റെ ജമാഅത്തിനിക്കോ അതുപോലെ സുബഹിന്റെ ജമാഅത്തിനിക്കോ ഫضل വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സല്ലാ ഇശാഅൻ ഫിൽ ജമാഅ, ആരെങ്കിലും ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി നിസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ. വമൻ സല്ല സുബ്ഹി ഫിൽ ജമാഅ, ആരെങ്കിലും സുബ്ഹി ജമാഅത്ത് ആരെങ്കിലും പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ സല്ലൽ ലൈലത കുല്ലഹു, ആ രാത്രി മുഴുവൻ നീച്ച് നിസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. മാത്രമല്ല നാളെ മഹ്ശറ മനസ്സുകളുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നിടത്ത് നല്ല മലക്കുകൾ കാണുന്നു. ആ മലക്കുകൾ കാണുന്നത് ആരാണെന്നറിയുമോ? നാളെ മഹ്ശറയിൽ വരുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെ മുഖം നക്ഷത്ര സമാനമായ രൂപത്തിൽ തിളങ്ങിയിട്ടുണ്ട്. അവിടുന്ന് മലക്കുകൾ ചോദിക്കുന്നു, നിങ്ങൾ ഏത് വിഭാഗമാ? നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? നക്ഷത്ര തുല്യമായ രൂപത്തിൽ നിങ്ങളുടെ മുഖം തിളങ്ങാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ കേട്ട് കഴിഞ്ഞാൽ ജമാഅത്തിന് വേണ്ടി ശുദ്ധിയാകുന്നു, വുളൂ ചെയ്യുന്നു, മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്ന വിഭാഗക്കാരാണ് ആള്. അല്പം നടന്നതിന് ശേഷം മലക്കുകൾ വേറെ ഒരു കൂട്ടം ആളുകളെ കൊണ്ട് അവിടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്ന രൂപത്തിലാണ് കാണുന്നത്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ ബാങ്കിന്റെ മുമ്പ് എടുത്ത് പള്ളിയിലേക്ക് വരുന്നവരാ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് വന്നുകൊണ്ട് നിസ്കരിക്കുന്നവരുടെ മുഖം നക്ഷത്ര സമാനമായ രൂപത്തിൽ തിളങ്ങുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരു വിഭാഗം ആളുകളെ കാണുന്നു, സൂര്യനോട് സമാനമായ രൂപത്തിൽ മുഖം വെട്ടി തിളങ്ങുന്ന
ഞങ്ങൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാലാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ വുളൂഇലായി ബാങ്ക് പള്ളിയിൽ നിൽക്കുന്ന സമയത്താണ് കേൾക്കുന്നത്. ഒരു സമയത്തിൽ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് സൂര്യന്റെ ആ പ്രകാശത്തിലേക്ക് സമാനമായി മുഖം അല്ലാഹു ഞങ്ങൾക്ക് സജ്ജീകരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോരോ സമയത്തിനും ഓരോരോ ഫضലുകളുണ്ട് എന്നാണ്. ജമാഅത്തിൽ വരാം, അതുപോലെ തന്നെയാണ് ബാങ്ക് കേട്ടിട്ട് അവിടെ നിന്നുണ്ടാക്കി വരാം, അതുപോലെ തന്നെ ബാങ്കിന്റെ മുമ്പ് പള്ളി തന്നെ ഹാജരായി വരിക. മൂന്ന് വ്യത്യസ്ത രൂപത്തിലുള്ള പ്രതിഫലമാണ് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ പള്ളിയിൽ വേണ്ടി വരാൻ വേണ്ടി നിൽക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബാങ്ക് കേട്ടിട്ടോ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ടോ ആ ബാങ്കിനൊരു വില കൽപ്പിക്കാതെ നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ ചെയ്യാം, എടുക്കണ പണി നമ്മൾ തന്നെ എടുക്കുക. ആ ബാങ്കിനൊരു വില കൊടുക്കാതെ പള്ളിക്ക് വരാൻ അവസരം കിട്ടിയിട്ട് പോലും ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ മഹ്ശറിലെത്തുന്ന സമയത്ത് വളരെ ഖേദകരമായ അവസ്ഥയാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫർദ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അർഹമർ റഹീമായ മാലിക്കൽ മുലൂകായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഇവിടെ പറഞ്ഞതിന് ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതിന്റെ വിശദതവാബ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മദീനയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ആ പച്ച മണ്ണിനോട് ചേരേണ്ടവരാണ് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും ആറടി മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാക്കണേ അല്ലാഹ്. സ്വർഗീയ പരിമളം വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വാഗതം ചെയ്യുന്ന ഖബറാക്കണേ അല്ലാഹ്. അദാബിന്റെ മാലാക്കന്മാര് വന്നുകൊണ്ട് ശിക്ഷിക്കുന്ന ഖബറാക്കല്ല അല്ലാഹ്. ഖബറിന്റെ വഹദത്തിനെ തൊട്ട് ഖബറിന്റെ നീക്കനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആട്ട് സംബന്ധമായ, ലിവർ സംബന്ധമായ, കിഡ്നി സംബന്ധമായ, തലച്ചോറ് സംബന്ധമായ അസുഖം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നൽകില്ല അല്ലാഹ്. മാറാവ്യാധി രോഗത്തിന്റെ കണികൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ട് എങ്കിൽ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട് എങ്കിൽ റബ്ബേ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ കണികകളെല്ലാം നീ കരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ കീറി മുറിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ചെയ്യുന്ന എല്ലാവിധ സുഹൃതങ്ങളും സ്വീകരിക്കണേ അല്ലാഹ്. ചെയ്യുന്ന ഇബാദത്തിൽ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. കിബ്ർ നൽകല്ല അല്ലാഹ്. ഹസദ് നൽകല്ല അല്ലാഹ്. ഫഖർ നൽകല്ല അല്ലാഹ്. ഉജ്ബ് നൽകല്ല അല്ലാഹ്. നിഫാഖ് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഹാരഥന്മാരുടെ ഹൃദയം നന്നാക്കിയതുപോലെ ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കണേ അല്ലാഹ്. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين برحمتك يا أرحم الراحمين بفضلك.